ഞാൻ വിചാരിച്ചത് ലാസ്റ്റ് കാറ്റഗറി ഡ്രഗ്സ് മാത്രമാണ് ഡ്രഗ്സ് എന്ന് പറയുന്നത്, ലൈക്ക് എക്സ്റ്റസി ആൻഡ് LSD ആൻഡ് ഓൾ. ബട്ട് ഇപ്പോൾ ഡോക്ടർ പറയുമ്പോൾ ഇറ്റ്സ് വെരി ഈസി ടു ഗോ ഇൻ ടു ഡ്രഗ് അബ്യൂസ് ബിക്കോസ് വി ഹാവ് എവറിഥിങ് അവൈലബിൾ അറൌണ്ട് അസ്, അല്ലേ ഡോക്ടർ? ശരിക്കും പറയുമ്പോൾ എല്ലാ വ്യക്തികളും തന്നെ സം പോയിന്റ് ഇൻ ദർ ലൈഫ് ഡ്രഗ് അബ്യൂസ് ചെയ്തിട്ടുണ്ടാവും. കാരണം നമ്മൾ ഒരു മരുന്നിന് ഡോക്ടറുടെ അടുത്ത് പോകാൻ മടിച്ച് നമ്മൾ പലപ്പോഴും ഫാർമസിയിൽ പോയി തലവേദനയ്ക്ക് ഒരു മരുന്ന് തരുമോ എന്ന് പറഞ്ഞ് നമ്മൾ മേടിച്ച് വയ്ക്കുമ്പോൾ ശരിക്കും അത് ഡ്രഗ് അബ്യൂസാണ്. ഇപ്പോൾ കുറച്ചും കൂടെ കൺട്രോളാണ്. പക്ഷേ ആൻറ്റിബയോട്ടിക്സ് ഒക്കെ നമുക്ക് ഫ്രീലി പ്രിസ്ക്രിപ്ഷൻ ഇല്ലാണ്ട് പലപ്പോഴും മേടിച്ച് കഴിക്കാറുണ്ട്. അത് അവർക്കും ശരിക്കും ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള വ്യക്തികൾക്കും ഇത് കാരണം വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ആൾക്കാർ അറിയാണ്ട് തന്നെ അത് അബ്യൂസ് ചെയ്യാറുണ്ട്. ജനറലി നമുക്കറിയാം ഡ്രഗ് അബ്യൂസ് ഇസ് നോട്ട് ഗുഡ്. പക്ഷെ കുറച്ച് സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ മനുഷ്യന്റെ ശരീരത്തിലും മനസ്സിലും ബിഹേവിയറിലും ഒക്കെ എന്തൊക്കെയാണ് വായ വഴി നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റിയ ഡ്രഗ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ കുത്തിവെച്ച് ഉപയോഗിക്കുന്ന ഡ്രഗ്സ് ഉണ്ടാവും. ചില ഡ്രഗ്സ് നമ്മുടെ മ്യൂക്കോസ്, അത് നമ്മുടെ വായയുടെ അകത്ത്, കവിളുടെ അകത്ത്, അല്ലെങ്കിൽ നോസിന്റെ ഉള്ളിൽ ഒക്കെ തേച്ച് പിടിപ്പിച്ച് ഹൈ കിട്ടുന്ന ഡ്രഗ്സ് ഉണ്ടാവും. സ്മെല്ല് ചെയ്ത് ഹൈ ആവുന്ന ഡ്രഗ്സ് ഉണ്ട്. അപ്പോൾ പലതരം ഡ്രഗ്സ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ്റെ ഉള്ളിൽ ചെല്ലാൻ വേണ്ടിയിട്ട് നമ്മുടെ ബ്രെയിനിനെ എഫക്റ്റ് ചെയ്യും. ബ്രെയിനിൽ ഈ ഡ്രഗിൻ്റെ നെഗറ്റീവ് എഫക്റ്റ് വരുമ്പോഴാണ് ശരിക്കും നമ്മൾ ഔട്ട്വേർഡ് ആയിട്ട് കാണുന്ന റിയാക്ഷൻസ് ഉള്ളത്, ബിഹേവിയറൽ അബറേഷൻസ് ഒക്കെ നമ്മൾ ആ സമയത്താണ് നമ്മൾ കണ്ടുവരുന്നത്. എന്നാൽ നമ്മുടെ ദേഹത്തിലുള്ള എല്ലാ സെല്ലിനെയും ഈ ഡ്രഗ് ശരിക്കും എഫക്റ്റ് ചെയ്യും.